മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ബറോസിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു 3D വിസ്മയമാണ് ചിത്രം. ആരാധകർക്ക് താരം നൽകിയ ക്രിസ്മസ് സമ്മാനമാണ് ബറോസ്. ചിത്രത്തിന് ലഭിച്ച മികച്ച പ്രതികരണങ്ങളും പോസിറ്റീവാണ്. വളരെ മികച്ച ചിത്രമെന്ന് കണ്ടവരെല്ലാം അഭിപ്രായപ്പെടുന്നു. ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്ന ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് വ്യക്തം. ചിത്രത്തെ സംബന്ധിച്ച് നിരവധി അഭിപ്രായങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ സിനിമാ പ്രേമികൾ പങ്കുവെക്കുന്നത്. നടനെന്ന നിലയിൽ മാത്രമല്ല സംവിധായകനെന്ന നിലയിലും മോഹൻലാൽ വിസ്മയം തീർത്തെന്ന് ആരാധകർ വ്യക്തമാക്കുന്നു. ഇനിയും ഒരുപാട് ചിത്രങ്ങൾ മോഹൻലാലിൻ്റെ സംവിധാനത്തിൽ പുറത്തെത്തുമെന്ന പ്രതീക്ഷയാണ് ഇതോടെ പലരും പങ്കുവെക്കുന്നത്. ക്രിസ്മസ് അവധിക്കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് മികച്ച രീതിയിൽ ആസ്വദിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. തിയേറ്ററിൽ തന്നെ ഈ വിഷ്വൽ ട്രീറ്റ് ആസ്വദിക്കണമെന്നും അല്ലാത്ത പക്ഷം അത് ഒരു വൻ നഷ്ടമാകുമെന്നും ചിത്രം കണ്ടവർ ഒരേ സ്വരത്തിൽ പറയുന്നു. ചിത്രത്തിൻ്റെ ആദ്യ ദിന കളക്ഷൻ അടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ. കുടുംബസമേതം സിനിമ കാണാൻ താല്പര്യപ്പെടുന്നവർക്ക് തീർച്ചയായും തിരഞ്ഞെടുക്കാം. സന്തോഷ് ശിവന്റെ ക്യാമറയും സന്തോഷ് രാമന്റെ കലാസംവിധാനവും എടുത്തു പറയേണ്ടത് തന്നെയാണ്. രാവിലെ 9:30 സിനിമയുടെ ആദ്യ ഷോ. ചിത്രത്തിന്റെ ബജറ്റ് 100 കോടി രൂപയാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. TK രാജീവ്കുമാറാണ് ക്രിയേറ്റഡ് ഹെഡ്. എന്നാൽ ബറോസിന് ലഭിച്ച മിക്ക പ്രതികരണങ്ങളും പോസിറ്റീവാണെങ്കിലും ചില മോശം റിവ്യൂകളും ഇതിനിടെ പ്രത്യക്ഷപ്പെട്ടു. മോഹൻലാൽ ആരാധകനെന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന സന്തോഷ് വർക്കിയാണ് ചിത്രം മോശമാണെന്ന് അഭിപ്രായപ്പെട്ടവരിൽ ഒരാൾ. ആറാട്ടണ്ണൻ എന്ന പേരിലാണ് സന്തോഷ് സമൂഹ മാധ്യമങ്ങളിൽ അറിയപ്പെടുന്നത്. ബറോസ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു, വെറും കൂതറപ്പടം, വെറും കോമാളിപ്പടം എന്നിങ്ങനെയാണ് സന്തോഷ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത്. ഉടൻ തന്നെ സന്തോഷിന്റെ റിവ്യൂ വിമർശിച്ച് നിരവധി പേർ കമന്റ് ഇട്ടു. രാത്രിയിൽ വന്ന് മാപ്പ് പറയുമോ എന്നായിരുന്നു ഒരാളുടെ ചോദ്യം. മോശം ഭാഷയിലും സന്തോഷിനെ വിമർശിച്ച് ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ സെക്കൻഡ് ഹാഫ് കൊള്ളാമെന്നും സന്തോഷ് പറഞ്ഞിരുന്നു. സിനിമ റിവ്യൂ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്നയാളാണ് സന്തോഷ് വർക്കി. വിവാദങ്ങളിലും അകപ്പെട്ടിട്ടുണ്ട്. സിനിമ നിരൂപണത്തിന്റെ മറവിൽ അഭിനേതാക്കൾക്കെതിരെ മോശം പ്രയോഗങ്ങൾ നടത്തുന്നുവെന്ന പരാതിയിൽ നേരത്തെ പോലീസ് താക്കീത് ചെയ്ത് വിട്ടയച്ചിരുന്നു. സിനിമയുടെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ എന്നത് ശരി തന്നെയാണ്. ടെക്നിക്കലി അത് വ്യക്തവുമാണ്. എന്നാൽ അതുകൊണ്ട് മാത്രം സിനിമ നന്നാവില്ലല്ലോ, കുട്ടികൾക്ക് പോലും ഇഷ്ടമാവില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ജനുവരി 25-നും ഡിസംബർ 25-നും കൊല്ലത്തിന്റെ തുടക്കത്തിൽ അവസാനത്തിനും ആറ്റം ബോംബിട്ട അപൂർവ റെക്കോർഡ് എന്നാണ് മലൈക്കോട്ടെ, വാലിബൻ, ബറോസ് എന്നീ സിനിമകളുടെ ചിത്രം പങ്കുവച്ച് ഒരു പ്രേക്ഷകൻ കുറിച്ചത്. ബറോസ് കുട്ടികൾക്ക് കണ്ടിരിക്കാവുന്ന ശരാശരി 3D ചിത്രമാണ്. പതിയെ നീങ്ങുന്ന ചിത്രം ഒരു പഴങ്കഥ പോലെ കണ്ടിരിക്കാൻ സാധിച്ചാൽ ഇഷ്ടമാകും എന്നാണ് ഒരു പ്രേക്ഷകന്റെ അഭിപ്രായം. എവിടെയൊക്കെയോ ഒരു നാടകം കാണുന്ന ഫീലായിരുന്നു. ഇങ്ങനെ തോന്നാൻ പ്രധാന കാരണം സംഭാഷണങ്ങളും മോഹൻലാൽ ഒഴികെയുള്ളവരുടെ മോശം പ്രകടനങ്ങളുമാണ്. അതോടൊപ്പം തന്നെ ഇഴഞ്ഞു നീങ്ങുന്ന കഥയും നല്ല ഗാനങ്ങളും കാസ്റ്റിംഗ് ഡയലോഗുകളും ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഭേദപ്പെട്ട അനുഭവം ആയേനെ. ഒരു വൗ മൊമെന്റ് പോലും ഇത്രയും ബജറ്റുള്ള സിനിമയിൽ കുട്ടികൾ തോന്നുമോ എന്ന് സംശയമാണ് എന്നാണ് മറ്റൊരു പ്രേക്ഷകന്റെ അഭിപ്രായം. സഹിക്കാൻ വയ്യായിരുന്നു. നല്ലൊരു ക്രിസ്മസും ആയിക്കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ടോർച്ചറിങ് ആയിരുന്നു. ഒന്ന് കഴിഞ്ഞു കിട്ടാൻ വേണ്ടി എന്തോരം ആഗ്രഹിച്ചു. പിന്നെ ലാലേട്ടന്റെ ആഗ്രഹം അദ്ദേഹം സാധിച്ചു എന്നതിൽ സന്തോഷമുണ്ട് എന്നാണ് മറ്റൊരു അഭിപ്രായം. അതേസമയം നെഗറ്റീവ് പ്രതികരണങ്ങൾക്കൊപ്പം നല്ല അഭിപ്രായങ്ങളും എത്തുന്നുണ്ട്. മലയാളത്തിൽ കണ്ടതിൽ സാങ്കേതികമായി ഏറ്റവും മികച്ച 3D സിനിമയാണ് എന്നും ചിലർ പറയുന്നുണ്ട്. ഫാന്റസി ജോക്കറിൽ ഒരുക്കിയ ബറോസ് എന്ന ഭൂതമാണ് ലീഡ് റോളിൽ മോഹൻലാൽ സിനിമയിൽ വേഷമിടുന്നത്. നീണ്ട 5 വർഷത്തെ ആരാധകരുടെ കാത്തിരിപ്പാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. മോഹൻലാൽ സംവിധായകന്റെ കുപ്പായം അണിഞ്ഞെത്തിയ ചിത്രം ക്രിസ്തുമസ് തൂക്കിയോ എന്നാണ് ഇനി അറിയേണ്ടത്. റിലീസിന് മുമ്പ് തന്നെ വമ്പൻ ഹൈപ്പായിരുന്നു ചിത്രത്തിന് ലഭിച്ചത്. ഹൈപ്പ് കൊടുത്തതിന് യാതൊരു കുറ്റവും പറയാനില്ലെന്നാണ് സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയ പ്രേക്ഷകർ പറയുന്നത്. സംവിധായകന്റെ റോളിൽ മോഹൻലാൽ കലക്കി എന്നാണ് ആരാധകർ ഒന്നടങ്കം പറയുന്നത്. 3D ചിത്രമെന്ന നിലയിൽ മാത്രം കണ്ടാസ്വദിക്കണമെന്ന ചിലരുടെ അഭിപ്രായം കുടുംബ പ്രേക്ഷകർക്കും കുട്ടികൾക്കും ഇഷ്ടമാകുമെന്ന് ചിലർ പറഞ്ഞപ്പോൾ മോഹൻലാലിന് ഇതിൽ കൂടുതൽ ചെയ്യാൻ സാധിക്കുമായിരുന്നുവെന്ന പ്രതികരണങ്ങളും ചിലർ പങ്കുവയ്ക്കുന്നു. എന്നാൽ മോഹൻലാൽ എന്തായിരിക്കും ചെയ്തു വെച്ചിരിക്കുക എന്ന ചോദ്യത്തിന് ക്ലാസ് എന്ന ഉത്തരമാണ് ബറോസിലൂടെ കൊടുത്തിരിക്കുന്നത്.